എൻ പി ചെക്കുട്ടി മാധ്യമപ്രവർത്തകൻ ടെലിഫോണിലുണ്ട്. ശ്രീ എൻ പി ചെക്കുട്ടി, CPIക്കും ഒരുപക്ഷെ നാട്ടുകാർക്ക് മൊത്തവും മനസ്സിലായ ചില കാര്യങ്ങൾ CPM മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണ്? CPMനാണ് ഇതിനൊരു പ്രാഥമികമായ ഉത്തരവാദിത്വം. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള തിരിച്ചടി, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ തിരിച്ചടി വന്നിരിക്കുന്നത് CPMന്റെ അധികാര കേന്ദ്രങ്ങളിലാണ്. CPM ദീർഘകാലമായിട്ട് കൈവശം വെച്ചിരുന്ന പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകളാണ് പൊതുവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല CPMന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, CPM നേതാക്കളിൽ പലരും ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ട് ജയിലിൽ കിടക്കുന്നതിനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിൽ LDFിലെ മറ്റു കക്ഷികൾക്ക് ഉത്തരവാദിത്വമുള്ളത്. CPIയുടെ ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും മോഷണ കേസ് പ്രതിയായിട്ട് ഇപ്പം ജയിലിലുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് CPMന്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറുള്ളത്. അത് CPM ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങൾക്കല്ല ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് ഉറപ്പിച്ചു പറയാനുള്ള ഒരു ബാധ്യസ്ഥത, പ്രത്യേകിച്ച് തങ്ങളുടെ അണികളോട് അങ്ങനെ പറയാനുള്ള ബാധ്യസ്ഥത CPI അടക്കമുള്ള പാർട്ടികൾക്കുണ്ട്. അത് അവർക്ക് വൈകിച്ചുകൂടാ. കാരണം അത്രയേറെ ഗുരുതരമായിട്ടുള്ള അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് CPI അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിലുള്ള നിലപാട് പറയുന്നത്. അതേ CPMന് മറുപടി പറയാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. അത് നീട്ടിവെക്കാനാണ് യഥാർത്ഥത്തിൽ CPM ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ അത് ഏറ്റെടുത്താൽ തന്നെ ഒരു തിരുത്തൽ എന്ന രീതിയിൽ CPMനെ പോലൊരു പാർട്ടിക്ക് തിരുത്തൽ നടപടികളുണ്ടല്ലോ, തിരുത്തൽ നടപടിയിൽ അവർക്ക് മുന്നോട്ട് പോകാമല്ലോ, എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്? അല്ല, തിരുത്തൽ നടപടി ഉണ്ടാവുമെന്നാണ് ആദ്യ ദിവസം പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ദിവസം മീഗോയിലും വിളിച്ചു പറഞ്ഞത് തിരുത്തേണ്ടതായിട്ടൊന്നും കാണുന്നില്ല. അപ്പം യഥാർത്ഥത്തില് അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകള് അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ തിരുത്തലിലേക്ക് പോകാൻ പറ്റൂ. നിങ്ങൾ തിരുത്തണമെങ്കിൽ തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കണം. പക്ഷെ തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അതിഗുരുതരമായിട്ടുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം തങ്ങളാണ് എന്ന് അംഗീകരിക്കണം. അത് അംഗീകരിക്കാൻ അവർ തയ്യാറില്ല. തങ്ങളുടെ ഭാഗത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ ആപത്തുകൾ ഉണ്ടാവുന്നതൊക്കെ അവർ പലരും സ്ഥാനമാനങ്ങളിൽ മാറേണ്ടതായിട്ട് വരും. അത്രയേറെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറുക എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പൊ CPM സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞ ദിവസം സമ്മേളനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചെക്കുട്ടി, ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ശബരിമല കേസിൽ 2 നേതാക്കൾ ജയിലിലാണ്, വാസുവും പത്മകുമാറും. അവർക്കെതിരെ നടപടിയെടുത്താൽ പാർട്ടി അണികൾക്കിടയിൽ തന്നെ മുഖം രക്ഷിക്കാമല്ലോ, ഞങ്ങൾ പുറത്താക്കിയെന്ന് പറയാമല്ലോ, എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനേ അതിലുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ സർക്കാരിന്റെ കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണം നടത്തിയത്. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലാണെങ്കിൽ പോലും അവരെ ആർക്കും CPM വിരോധം ഉള്ളതായിട്ടും പറയാൻ കഴിയില്ല. പക്ഷെ അവരാണ് ഈ വിദ്വാൻമാരെ എതിരായിട്ട്, ഇപ്പൊ വാസു ആയാലും ശരി, പത്മകുമാർ ആയാലും ശരി, അവർക്കെതിരായിട്ട് കേസ് കൊണ്ടുവരികയും അറസ്റ്റ് ചെയ്തിരുന്നു. കോടതികളാണ് അവരെ ഇപ്പം അവർക്ക് ജാമ്യം നൽകാൻ പോലും വിസമ്മതിക്കുന്നത്. കാരണം ഗൗരവമുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്, SITക്ക് ബോധ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് അവരെക്കെതിരായിട്ട് നടപടിക്ക് പോയാൽ അവര് നാളെ എന്താണ് വിളിച്ചു പറയാന്ന് എന്താ പറയാൻ പറ്റിയ? കാരണം ശബരിമല പോലൊരു അമ്പലത്തിനകത്ത് ഇങ്ങനൊരു കൊള്ള നടക്കണമെങ്കിൽ അത് ഈ ചെറിയ ആളുകൾ വിചാരിച്ച കഴിയില്ല. അതിനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല. അതിന് റിപ്പർക്കഷൻ അറിയാത്ത ആളുകളല്ല വാസവും പത്മകുമാറും ഒക്കെ. അവർക്ക് അറിയാം. പക്ഷെ അവരെ അതിന് നിർബന്ധിച്ച ആളുകൾ അവർ വെറും കോടാലിക്കൈകളാണെന്നുള്ളത് ഏത് പ്രാഥമികമായ തലത്തിൽ നമുക്ക് ആലോചിച്ചറിയാം. സ്വാഭാവികമായിട്ടും അത് മുകളിലേക്ക് വരും. അവർ ചില കാര്യങ്ങൾ തുറന്നു പറയും, അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ. അതുകൊണ്ട് അവരെ പരമാവധി സംരക്ഷിക്കുക എന്ന നിലപാടിലേക്ക് പാർട്ടി പോവുകയാണ്. അതല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തേക്ക് ഈ കുന്തമനം നീളും എന്ന് അവർ കൃത്യമായിട്ട് അറിയാം.